Hey guys, welcome back to my channel. ഇന്നെനിക്ക് പുറത്തു കൊണ്ടൊരു ആവശ്യമുണ്ട്. സോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഞാൻ ഫേസൊക്കെ നന്നായി വാഷ് ചെയ്തിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ടോണറാണ് അപ്ലൈ ചെയ്തേക്കുന്നത് ഫേസിൽ. ടോണർ അപ്ലൈ ചെയ്ത് അതൊന്ന് അബ്സോർബ് ആയപ്പോഴേക്കും മോയ്സ്ചറൈസർ ഫുള്ളി ഫേസ് ഡോട്ടായിട്ട് ഇട്ടിട്ട് അത് നന്നായിട്ട് ഫേസൊക്കെ മസാജ് ചെയ്തു. പിന്നെ ഞാൻ ഒരു ഉച്ചയ്ക്ക് ആയിട്ടാണ് പോണത്. സോ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സൺസ്ക്രീൻ ഇപ്പോൾ സ്കിപ്പ് ചെയ്യാറില്ല. അപ്പോൾ റീസെൻ്റാണ് ഞാനത് കണ്ടിന്യൂസ് യൂസ് ചെയ്യാറ്. നേരത്തെ ഒട്ടും യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. എനിവേസ് ഇപ്പം ഞാൻ കൃത്യമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. സോ അപ്പോൾ എൻ്റെ നോസിലൊരു പിമ്പിൾ വന്നിട്ടുണ്ട്. അപ്പം ഈ ക്രീമൊക്കെ ഇടുമ്പോൾ അറിയാണ്ട് അത് തട്ടുമ്പോൾ നല്ല വേദന. അപ്പം ഞാനത് അനീത്തി ഇവിടെ നിൽക്കുന്നുണ്ട്. സോ അവളുടെ അടുത്തത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ബ്ലഷ് ഇടുന്നുണ്ട്. ബ്ലഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ബ്ലഷ് ഇടാൻ വേണ്ടി. സോ ഞാൻ കുറേയേറെ ബ്ലഷ് ഇടും. അത് കഴിഞ്ഞിട്ട് ഞാൻ ലിപ് ബാം ഇടുന്നുണ്ട്. ആക്ച്വലി നമ്മൾ ലിപ് ബാം നമ്മൾ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണക്ക് മുന്നേ തന്നെ ലിപ് ബാം ഇടുകയാണെങ്കിൽ ലാസ്റ്റ് നമ്മുടെ മേക്കപ്പ് കഴിയുമ്പോഴേക്ക് എക്സസ് ആയിട്ടുള്ള ലിപ് ബാം വൈപ്പ് ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക് ഇടുകയാണെങ്കിൽ കുറച്ച് ക്രാക്കി ആയിട്ടുള്ള ലിപ്സ് ഉണ്ടാവില്ല, കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ലിപ്സ് നമുക്ക് കിട്ടും. സോ ഞാൻ എക്സസ് ആയിട്ടുള്ള ലിപ് ബാം എല്ലാം കൂടി വൈപ്പ് ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക് ഇടുന്നുണ്ട്. ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എന്തൊരു കുറവ് ഓർത്തത്. അപ്പോഴാണ് മനസ്സിലായത് കമ്മലാണ്. സോ ഞാൻ കമ്മലും ഇയറിങ്സും കൂടി അങ്ങനെ ഇടുന്നുണ്ട്. സോ അതൊക്കെ ഇട്ടു. എൻ്റെ വിഷമം മൊത്തം ആ പിമ്പിളിലാണ്. അത് ഞാനിങ്ങനെ അനിയത്തിൻ്റെ മമ്മിയുടെ പറയായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. സോ അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.